നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാസു മനസഃ സർവാർത്ഥനാമുപക്രമേ എന്നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ദശമ സർഗം 10ാം സർഗം തുടരുന്നു. കൈകേയി മഹാറാണി കോപ ആഗ്രഹത്തിൽ സ്ഥലത്ത് കിടക്കുന്ന മുറിയിൽ കയറി കിടന്നു. ദശരഥ രാജാവ് കൈകേയിയുടെ അടുത്ത് വരുന്നു. പ്രിയപത്നിയുടെ അടുത്ത് വന്ന് അവളുടെ ഖേദമകറ്റാൻ എന്തിനും തയ്യാറാണെന്നാണ് രാജാവ് പറയുന്നത്. ഭവതിയുടെ ഇഷ്ടപ്രകാരം ധനികനെ ദരിദ്രനാക്കണോ, ദരിദ്രനെ ധനികനാക്കണോ, വധ്യനെ അവധ്യനാക്കണോ, വധ്യനല്ലാത്തവനെ വധിക്കണോ, അങ്ങനെ വധിക്കപ്പെടേണ്ടാത്തവനെ വിട്ടയക്കണോ, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഭവതി സങ്കടം മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് വരുന്നു. ഒരു രാജാവിൻ്റെ ഈ അവസ്ഥ എത്രത്തോളം അനീതികരമാണെന്ന് നമുക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും രാജാവിനുള്ള ഒരു രക്ഷ തന്നെയാണ് ഈ പ്രിയ പുത്രൻ്റെ വേർപാട് വരുത്തി വയ്ക്കുന്നത് എന്നും നമുക്ക് കരുതാം. 10ാം സർഗം. കുപിത കൈകേയി അനുനയത്ന. കുപിതയായ കൈകേയിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിദർശിതാ യദാ ദേവീ കുബ്ജയാ പാപയാ ഭൃശം തദാ ശേദേ സ്മ സാ ഭൂമോ ദഗ്ധവിദ്ധേവ കിന്നരീ നിശ്ചിത്യ മനസാ കൃത്യം സാ സമ്യഗിതി ഭാമിനി മന്ധരായൈ ശനൈ സർവമാചക്ഷേ വിചക്ഷണ സാ ദീനാ നിശ്ചയം കൃത്വാ മന്ധരാ വാക്യമോഹിതാ നാഗകന്യേവ നിശ്വസ്യ ദീർഘമുഷ്ണം ച ഭാമിനി മുഹൂർത്തം ചിന്തയാമാസ മാർഗമാത്മസുഖാവഹം. പാപിഷ്ഠയായ കൂനിയായ രാജ്ഞിയായ കൈകേയി ഏറ്റവും വിപരീതമായി പ്രേരണ ചെയ്യപ്പെട്ടുവല്ലോ. ആ സമയം മുതൽക്കു തന്നെ അവൾ വിഷം തേച്ച ബാണത്താൽ തറയ്ക്കപ്പെട്ട കിന്നരി പക്ഷി എന്ന പോലെ നിലത്ത് കിടന്നുരുണ്ടിരുന്നു. കഷ്ടം. രോഷം പൂണ്ടവളും സൂക്ഷ്മദൃഷ്ടിയുള്ളവളും ആയ അവൾ താൻ ചെയ്യേണ്ടതിനെ മനസ്സിനുള്ളിൽ ആലോചിച്ചുറച്ച് എല്ലാം വേണ്ട പോലെ എന്ന മന്ധരയോടായി പതുക്കെ ഉര ചെയ്തു. രോഷയുക്തയായ അവൾ മന്ധരയുടെ ഉപദേശത്തിന് അധീനപ്പെട്ടവളായി ഒരു നിശ്ചയത്തിലെത്തിയെങ്കിലും തൻ്റെ മനസാക്ഷിക്ക് വിരോധമാകയാൽ മനസ്സിൽ മൗഢ്യത്തോടു കൂടിയവളായി നാഗകന്യക എന്ന പോലെ ചുടുചുട നെടുവീർപ്പിട്ട് തനിക്ക് ഏറ്റതായ ഉപായത്തെപ്പറ്റി അല്പനേരം ആലോചിച്ചു. സാ സുഹൃച്ചാർത്ഥകാമാചതം നിശമ്യ നിശ്ചയം ബഭൂവ പരമപ്രീതാ സിദ്ധിം പ്രാപ്യേവ മന്ധരാ അഥ സാ രുഷിതാ ദേവി സമ്യക് കൃത്വാ സുനിശ്ചയം സംവിവേശാ ബലാഭൂമൗ നിവേശ്യ ഭൃഗുടീം മുഖേ തതശ്ചിത്രാണി മാല്യാനി ദിവ്യാന്യാഭരണാനി ച അപവിദ്ധാനി കൈകേയ്യാ താനി ഭൂമിം പ്രവേദിരേ
തയാ താന്യപവിത്ഥാനി മാല്യാന്യാഭരണാനി ച അശോഭയന്തവസുധാം നക്ഷത്രാണി യഥാ നഭ. ക്രോധകാരേ നിപതിതാ സാ ബഭൗ മലിനാംബരാ ഏകവേണിം ദൃഢം ബദ്ധ്വാ ഗതസത്വേവ കിന്നരീ ആജ്ഞാപ്യതു മഹാരാജ രാഘവസ്യാഭിഷേചനം ഉപസ്ഥാനമനുജ്ഞാപ്യ പ്രവിവേശ നിവേശനം. സ കൈകേയ്യാ ഗൃഹം ശ്രേഷ്ഠം പ്രവിവേശ മഹായശാ പാണ്ഡുരാ ഭൂമിവാകാശം രാഹുയുക്തം നിശാകര ശുഗബർഹിണ സംയുക്തം ക്രൗഞ്ചഹംസരുതായുധം വാദിത്രരവസംഘുഷ്ടം കുബ്ജാവാമനികായുധം ലതാഗൃഹൈശ്ചിത്രഗൃഹൈശ്ചമ്പകാശോകശോഭിതൈः ദാന്തരാജതസൗവർണവേദികാ അപി സമായുധം നിത്യപുഷ്പഫലൈർവൃക്ഷൈർവാപീഭിശ്ചോപശോഭിതം ദാന്തരാജതവ സൗവർണൈः സംവൃതം പരമാസനൈः വിവിധൈരന്നപാനൈശ്ച ഭക്ഷ്യൈശ്ച വിവിധൈരപി ഉപപന്നം മഹാർഹൈശ്ച ഭൂഷണൈസ്ത്രിദിവോപമം. കയ്യേയെക്കുറിച്ച് പ്രിയമുള്ളവളും തൻ്റെ നന്മയിൽ തന്നെ നോട്ടമുള്ളവളും ആയ ആ മന്ധര ആ ദൃഢനിശ്ചയത്തെ കേട്ട് കാര്യസാധ്യം കൈവന്നതുപോലെ സന്തോഷം പൂണ്ടവളായി ഭവിച്ചു. ആ രാജ്ഞിയും ദൃഢനിശ്ചയത്തെ നല്ലപോലെ ചെയ്ത് കോപം തലയിൽ കയറിയ ഒരു സാധാരണ സ്ത്രീയായി പുരികക്കൊടിയെ നെറ്റിയിൽ ചുളുക്കിക്കൊണ്ട് വെറും നിലത്ത് കിടന്നുകൊണ്ടിരുന്നു. കൈകേയി ദേവിയുടെ അഴിച്ചെറിയപ്പെട്ട ആ പല വിശേഷപ്പെട്ട മാലകളും ഉത്തമങ്ങളായ ആഭരണങ്ങളും ആ സമയം നിലത്ത് ചിതറിക്കിടന്നിരുന്നു. അവളാൽ അഴിച്ചെറിയപ്പെട്ട ആ മാലകളും ആഭരണങ്ങളും ആകാശത്തെ നക്ഷത്രങ്ങളെന്ന പോലെ നിലത്തെ പ്രകാശിപ്പിച്ചു. കോപഗ്രഹത്തിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവളായി തലമുടി ഒറ്റക്കെട്ടായി മുറുകെ കെട്ടിക്കൊണ്ട് വീണുകിടന്നിരുന്ന അവൾ പുണ്യഫലം തീർന്നുപോയ ദേവസ്ത്രീയെ പോലെ വിളങ്ങി. മഹാരാജാവാകട്ടെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തെ പറ്റി ആജ്ഞാപിച്ച് സദസ്സിനെ പിരിവാൻ ഉത്തരവാക്കിയ ശേഷം അരമനയിൽ പ്രവേശിച്ചു. മഹാരാജാവ് ശ്രീരാമ പട്ടാഭിഷേക സംഗതി ഇപ്പോൾ മാത്രമാണല്ലോ പ്രസിദ്ധപ്പെടുത്തപ്പെട്ടത് എന്ന് വിചാരിച്ചും കൊണ്ട് തൻ്റെ പ്രേമപാത്രമായ കൈകേയിയോട് ആ പ്രിയ വർത്തമാനത്തെ അറിയിപ്പാനായി അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളി. അതികീർത്തിശാലിയായ അദ്ദേഹം കിളികളും മയിലുകളും നിറഞ്ഞു ശോഭിക്കുന്നതും ക്രൗഞ്ചങ്ങളുടെയും ഹംസങ്ങളുടെയും ശബ്ദങ്ങൾ നിറഞ്ഞു വിളങ്ങുന്നതും അനേകവിധ വാദ്യങ്ങളുടെ ശബ്ദത്തോടു കൂടിയതും കൂനികളും കുള്ളികളും നിറഞ്ഞതും ചമ്പകം അശോകം എന്നിവയാൽ ശോഭിക്കപ്പെട്ട വള്ളിക്കുടിലുകളാലും ചിത്രവാടങ്ങളാലും ദന്തം കൊണ്ടും വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെട്ട മേടകളാലും നിറയപ്പെട്ടതും എല്ലാ കാലങ്ങളിലും പൂക്കുന്നവയും കായ്ക്കുന്നവയുമായ വൃക്ഷങ്ങളാലും കുളങ്ങളാലും നിറയപ്പെട്ടതും ദന്തം വെള്ളി സ്വർണം എന്നിവ കൊണ്ടുണ്ടാക്കപ്പെട്ട വിശേഷപ്പെട്ട ആസനങ്ങളാൽ നിറയപ്പെട്ടതും പല മാതിരിയായ അന്നപാനങ്ങളെക്കൊണ്ടും പല പല ഭക്ഷ്യങ്ങളെക്കൊണ്ടും വിലയേറിയ അലങ്കാരങ്ങളെക്കൊണ്ടും നിറയപ്പെട്ടതും സ്വർഗതുല്യമായി അത്യുത്കൃഷ്ടമായതുമായ കൈകേയിയുടെ അരമനയിൽ വെള്ളക്കാർ നിറഞ്ഞ രാഹുവോടു കൂടിയതും ആയ ആകാശത്തിൽ ചന്ദ്രൻ എന്നവണ്ണം പ്രവേശിച്ചു. തത്പ്രവിശ്യ മഹാരാജ സമന്തപുരമൃദ്ധിമത് നദദർശ പ്രിയാം ഭാര്യാം കൈകേയീം ശയനോത്തമേ സകാമബല സംയുക്തോരത്യർത്ഥീ മനുജാധിപ അപശ്യന്തൈതാം ഭാര്യാം പപ്രച്ഛ വിഷസാദച നഹി തസ്യ പുരാദേവീ താം വേലാമത്യവർത്തത ന ച രാജാഗൃഹം ശൂന്യം പ്രവിവേശഗതാചന തതോ ഗൃഹഗതോ രാജാ കൈകേയീം പര്യപൃച്ഛത യഥാപുരമവിജ്ഞായ സ്വാർത്ഥലിപ്സുമ പണ്ഡിതാം പ്രതിഹാരീ തഥോവാച സംത്രസ്താ സകൃതാഞ്ജലി ദേവദേവീ ഭൃശം ക്രുദ്ധാ ക്രോധാകാരമഭിദ്രുതാ പ്രതിഹാര്യാ വചശ്രുത്വാ രാജാ പരമദുർമനാ വിഷസാദ പുനർഭൂയോ ലുളിതവ്യാകുലേന്ദ്രിയ തത്ര താം പതിതാം ഭൂമൗ ശയാനാമദഥോജിതാം പ്രതപ്ത ഇവ ദുഃഖേന സോപശ്യ ജഗദീപതി.
മഹാരാജാവ് ആ സർവസമൃദ്ധിയാർന്ന തൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ച സമയം ശ്രേഷ്ഠമായ തൻ്റെ ശയനത്തിൽ പ്രിയഭാര്യയായ കൈകേയിയെ കണ്ടില്ല. ഏറ്റവും പ്രേമത്തെ വെച്ചിരുന്നവനായ മഹാരാജാവ് പ്രിയപ്പെട്ട ഭാര്യയെ കാണാത്തവനായി ദുഃഖിച്ചു. അദ്ദേഹം അവളെക്കുറിച്ച് അന്വേഷിക്കുന്നവനായി ചോദിച്ചു. എന്തെന്നാൽ മഹാരാജാവ് ഒരിക്കലെങ്കിലും അന്തഃപുരത്തിൽ രാജ്ഞി ഇല്ലാതിരുന്ന സമയം പ്രവേശിക്കുകയുണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മഹിഷി ആ സമയത്തിൽ ഇല്ലാതിരുന്നിട്ടുമില്ല. അരമനയിൽ എഴുന്നള്ളിയ മഹാരാജാവ് കൈകേയിയെ ആ സമയം സ്വാർത്ഥത്തിൽ തന്നെ മനസ്സുവെച്ചവളായും മൂഢകൃത്യത്തിൽ ഇറങ്ങിയിരിക്കുന്നവളായും ഗ്രഹിക്കാതെ പതിവ് പോലെ അന്വേഷിച്ചു. കാവൽക്കാരി ഏറ്റവും ഭയപ്പെട്ടവളായി കൈകൂപ്പിക്കൊണ്ട് അക്കാര്യത്തെപ്പറ്റി ഇപ്രകാരം തിരുമനസ്സറിയിച്ചു. മഹാരാജാവേ, രാജ്ഞി ഏറെ കോപം പൂണ്ടവളായി കോപഗ്രഹത്തിൽ പ്രവേശിച്ചിരിക്കാവുന്നു. മഹാരാജാവ് കാവൽ കാക്കുന്നവളുടെ വാക്ക് കേട്ട മുമ്പലത്തേക്കാൾ അധികം ഏറ്റവും മനോവേദനയോട് കൂടിയവനായി ഇന്ദ്രിയങ്ങളെല്ലാം അതാതിൻ്റെ പ്രവൃത്തികളെ ചെയ്യാൻ കഴിയാതെ ഉഴലുന്നവനായി വിഷാദിച്ചു. ആ ചക്രവർത്തി അവിടെ വെറും നിലത്ത് ദേഹത്തെ വെച്ചുകൊണ്ട് കിടന്നുകൊണ്ടിരിക്കുന്നവളും അതുവരെ ഒരിക്കലും അപ്രകാരം ചെയ്യാതിരുന്നവളുമായ അവളെ ദുഃഖത്താൽ ഏറ്റവും പീഡിക്കപ്പെട്ടവളായി കണ്ടു. സവൃദ്ധസ്തരുണീം ഭാര്യാം പ്രാണേഭ്യോऽപി ഗരീയസീം പാപസങ്കൽപ്പാം ദദർശ ധരണീതലേ ലതാമിവ വിനിഷ്കൃത്താം പതിതാം ദേവതാമിവ കിന്നരീമിവ നിർധൂതാം ച്യുതാമപ്സരസം യഥാ വാമാമിവ പരിഭ്രഷ്ടാം ഹരിണീമിവ സംയതാം കരേണുമിവ ദഗ്ധേന വിദ്ധാം മൃഗയുനാവനേ മഹാഗജ ഇവാരണ്യേ സ്നേഹാത് പരിമമർശതാം പരിമൃജ്യ ച പാണിഭ്യാമഭിസംത്രസ്തചേതന കാമീ കമലപത്രാക്ഷീമുവാച വനിതാമിദം ന തേऽഹമഭിജാനാമി ക്രോധമാത്മനി സംശ്രിതം ദേവി കേനാഭിശപ്താസി കേന വാ ത്വം വിമാനിതാ യദർത്ഥം മമ ദുഃഖായ ശേഷേ കല്യാണി പാംസുഷു ഭൂമൗ ശേഷേ കിമർത്ഥം ത്വം മയി കല്യാണചേതസി ഭൂതോ വഹത ചിത്തേവ മമ ചിത്തപ്രമാധിനീ സന്ധി മേ കുശലാ വൈദ്യാസ്ത്വഭീതുഷ്ടാശ്ച സർവശ സുഖിതാം ത്വാം കരിഷ്യന്തി വ്യാധിമാ ചക്ഷഭാമിനി. അദ്ദേഹം യൗവനയുക്തയും പ്രാണങ്ങളെക്കാളും അധികം പ്രിയപ്പെട്ടവളുമായ തൻ്റെ ഭാര്യയെ വെറും നിലത്ത് കിടക്കുന്നത് കണ്ടു. വേരറുക്കപ്പെട്ട വള്ളി പോലെ ഇരിക്കുന്നവളും പുണ്യം ക്ഷയിച്ചതിനാൽ താഴോട്ട് തള്ളപ്പെട്ട ദേവകന്യകയെപ്പോലെ ഇരിക്കുന്നവളും ബാണമേറ്റ് തുടിച്ചുകൊണ്ടിരിക്കുന്ന കിന്നരി പക്ഷിയെപ്പോലെ ഇരിക്കുന്നവളും ദേവലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെട്ട അപ്സര സ്ത്രീയെപ്പോലെ ഇരിക്കുന്നവളും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട നാരിയെപ്പോലെ ഇരിക്കുന്നവളും മലയിലകപ്പെട്ട മാൻപേടയെപ്പോലെ ഇരിക്കുന്നവളും കാട്ടിൽ വേടനാൽ വിഷം തികപ്പെട്ട് ബാണത്താൽ എയ്യപ്പെട്ട പിടിയാനയെപ്പോലെ ഇരിക്കുന്നവളും അസഹ്യമായ പ്രവൃത്തി ചെയ്യാൻ നിശ്ചയിച്ചവളുമായ അവളെ കാട്ടിൽ മദഗജം എപ്രകാരമോ അപ്രകാരം യാതൊരു ദുഷ്കൃത്യവും അറിയാത്ത ആ വൃദ്ധൻ സ്നേഹപൂർവ്വം തലോടി. ഭക്തിയിൽ ഏറ്റവും പ്രിയത്തോടു കൂടിയവനായ അദ്ദേഹം പത്മദള നേത്രയായ ആ പ്രിയതമയെ രണ്ടു കൈകൾ കൊണ്ടും തലോടിക്കൊണ്ട് മനഃചാഞ്ചല്യത്തോടു കൂടിയവനായി ഇപ്രകാരം ചോദിച്ചു. ദേവി, ഭവതിയിൽ വർത്തിക്കുന്നതായ ഭവതിയുടെ കോപത്തെപ്പറ്റി ഞാൻ ഒന്നും അറിയുന്നില്ല. ഏതൊരുവനാലെങ്കിലും ഭവതി നിന്ദിക്കപ്പെട്ടുവോ? ഭവതി ഏതൊരുവിനാലെങ്കിലും ഗണിക്കാതിരിക്കപ്പെട്ടുവോ? ഉത്തമേ, എൻ്റെ ചിത്തം തപിക്കുമാറ് പൊടിയിൽ എന്തിനു വേണ്ടിയാണ് ഭവതി ശയിക്കുന്നത്? ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കെ ഭവതി ഭൂതബാധയേറ്റ ചിത്തത്തോടു കൂടിയവളെന്ന പോലെ എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കുന്നവളായി എന്തിനായിട്ടാണ് നിലത്ത് ശയിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ എല്ലാ പ്രകാരത്തിലും പ്രീതിയുള്ളവരും സമർത്ഥന്മാരുമായ വൈദ്യന്മാരുണ്ട്. സുന്ദരി, സുഖക്കേട് ഇന്നതെന്ന് ഉടനെ പറഞ്ഞാലും ഭവതിയെ അവർ വ്യാധിയില്ലാത്തവളാക്കും. കസ്യ വാ വിപ്രിയം കാര്യം കേന വാ വിപ്രിയം കൃതം കഃ പ്രിയം ലഭതാമദ്യ കോ വാ സുമഹദപ്രിയം മാരോതിർമാച കാർഷീസ്ത്വം ദേഹസംപരിശോഷണം അവധ്യോ വധ്യതാം കോ വാ വധ്യകോ വാ വിമുച്യതാം ദരിദ്രകോ ഭവത്വാഢ്യോ ദ്രവ്യവാന്വാപ്യകിഞ്ചന അഹം ചൈവ മദീയാശ്ച സർവേ തവ വശാനുഗാ ന തേ കിംചിദഭിപ്രായം വ്യാഹന്തുമഹമുത്സഹേ ആത്മനോ ജീവിതേനാപി ബ്രൂഹി യന്മനസേച്ഛസി.
ബലമാത്മനി ജാനന്തി നമാം ശങ്കിതുമർഹസി കരിഷ്യാമി തവ പ്രീതിം സുഹൃദേനാഭിദേശവേ ദാവദാ വർത്തതേ ചക്രം താവതീമേവ സുന്ദരാ പ്രാചീനാ സിന്ധു സൗർവീരാ സൗരാഷ്ട്ര ദക്ഷിണാപഥ വങ്കാംഗമഗധാ മത്സ്യാ സമൃദ്ധ കാശികോസല തത്ര ജാതം ബഹുദ്രവ്യം ധനധാന്യമജാവികം തതോ വൃണീഷ കൈയേയീ യദ്യത്വം മനസേച്ഛസി കിമായാസേന തേ ഭീരുവുത്തിഷ്ഠോത്തിഷ്ഠ ശോഭനേ തത്വം മേ ബ്രൂഹി കൈകേയീ യതസ്തേ ഭയമാഗതം തത്തേ വ്യപനയിഷ്യാമി നീഹാരമിവ രശ്മിവാൻ. ആരാലെങ്കിലും കുറ്റം ചെയ്യപ്പെട്ടുവോ? ആർക്കെങ്കിലും ശിക്ഷ നൽകണമോ? ഇപ്പോൾ ഏതൊരുവൻ അഭീഷ്ടത്തെയോ അല്ലെന്നാൽ ഏതൊരുവൻ കടുതായ അപ്രിയത്തെയോ ഏൽക്കേണ്ടത്? ഭവതി കരയാതിരുന്നാലും കായക്ലേശവും ചെയ്യാതിരുന്നാലും വധിക്കപ്പെടത്തക്കവനല്ലാത്ത ഏവൻ തന്നെയാണ് വധിക്കപ്പെടേണ്ടത്. വധിക്കപ്പെടേണ്ടവനായ ഏവനാണ് വിട്ടേക്കപ്പെടേണ്ടത്. ഞാനും എന്നെ ചേർന്നവരായ എല്ലാവരും ഭവതിയുടെ ഇഷ്ടപ്രകാരം നടക്കുന്നവരാണല്ലോ. ദരിദ്രനായ ഒരുത്തൻ ധനികനായും അല്ലെന്നാൽ ധനികനായ ഒരുവൻ ദരിദ്രനായും ഏവനാണ് ഭവിക്കേണ്ടത്. എൻ്റെ ജീവന് വേണ്ടിയും കൂടി ഭവതിയുടെ അഭിപ്രായം ഒന്നെങ്കിലും തട്ടി നടപ്പാൻ ഞാൻ ശ്രമിക്കയില്ല. മനസ്സുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നത് ഏതോ അതിനെ അരുൾ ചെയ്താലും. ഭവതിയുടെ സംഗതിയിൽ എനിക്കുള്ള പ്രേമാതിശയത്തെ അറിയുന്നവളായ ഭവതി എന്നെപ്പറ്റി ശങ്കിക്കുന്നത് യുക്തമല്ല. ഭവതിയുടെ അഭീഷ്ടത്തെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത പുണ്യത്താണ് ഭവതിയോട് ഞാൻ സത്യം ചെയ്യുന്നു. ഏതു ദിക്കുവരെ സൂര്യചക്രം ചുഴലുന്നുവോ അത്രത്തോളമുള്ള കിഴക്കു രാജ്യങ്ങളും സിന്ധുദേശങ്ങൾ, സൗവീരദേശങ്ങൾ, സൗരാഷ്ട്രദേശങ്ങൾ, തെക്കൻ രാജ്യങ്ങൾ, അംഗം മഗധം എന്ന ദേശങ്ങൾ, മത്സ്യദേശങ്ങൾ, കാശി, കോസലം എന്ന ദേശങ്ങൾ എന്നവയെല്ലാം എൻ്റെ അധികാരത്തിൽപ്പെട്ട രാജ്യം. കൈകേയി, അവയിൽ പല ഉത്തമ വസ്തുക്കളും ധനധാന്യവും ആട്, മാട് എന്നിവയും ഉണ്ട്. ഭവതി മനസ്സിൽ കരുതിയത് ഇതിൽ ഏതായിരുന്നാലും അതിനെ സംശയിക്കാതെ ചോദിച്ചാലും. സങ്കോചപ്പെടുന്നവളെ, യാതൊന്നുകൊണ്ട് ഭവതിക്ക് ഇപ്രകാരം മനസ്സിന് കുറവ് ഭവിച്ചിട്ടുണ്ടോ? അതിനെ ഭവതി എന്നോട് പറഞ്ഞാലും. സൂര്യൻ മഞ്ഞിനെ എന്ന പോലെ അതിനെ ഭവതിക്ക് ഞാൻ നീക്കം ചെയ്യുന്നുണ്ട്. സുന്ദരി, എഴുന്നേൽക്കുക കൈകേയി. ഭവതിക്ക് എന്തിനു വേണ്ടിയാണ് ഈ ദുഃഖം? തഥോക്താ സാ സമാശ്വസ്താ വക്തു കാമാ തദപ്രിയം പരിപീഡയിതും ഭൂയോ ഭർത്താരമുപചക്രമേ. ആ അനിഷ്ടകാര്യത്തെ തന്നെ കേൾപ്പിക്കുന്നതിൽ മനസ്സുറപ്പിച്ചുകൊണ്ടിരുന്നവളും ഇപ്രകാരം ഉര ചെയ്യപ്പെട്ടവളുമായ അവൾ മനസ്സിൽ അല്പം ധൈര്യത്തോടു കൂടിയവളായി ഭർത്താവിനെ ഇതിലും അധികം ദുഃഖിപ്പിക്കുന്നതിനായി മുതിർന്നു. വിദ്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ അയോധ്യാകാണ്ഡേ 10ാം സർഗ 10ാം സർഗം സമാപ്തം. നമസ്തേ.